back to Aegon Learning. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കോൺവെർസേഷൻ ഫില്ലപ്പിൽ 1 മാർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന് ഒരുപാട് റൂൾസ് കാണാപ്പാഠം പഠിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് കാണുന്നുണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് കാണുന്നുണ്ടോ? ഏതാണ്? നമ്മുടെ ഫസ്റ്റ് വണ്ണിൽ യു ആർ ഡാനിൽക്ക ഏതാണ് ഓക്സിലറി വെർബ്? ആർ. യെസ്, അപ്പോൾ ആർ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക നിങ്ങളുടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ നിങ്ങളുടെ നോ, നോട്ട്, നൺ, നെവർ, ഹാർഡ്ലി, റെയർലി, സ്കാർസ്ലി പോലത്തെ നെഗറ്റീവ് വേർഡ്സ് നിങ്ങളുടെ സെന്റൻസിൽ ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, യു ആർ ഡാനിൽക്ക നമ്മൾ ആ ആറിന് ഇവിടെ എഴുതിയെടുക്കും. ആറിന് നമ്മൾ നെഗറ്റീവ് ആക്കും ആറൻറ്റ്, ആൻഡ് യുവിന് നമ്മൾ അതേപോലെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Aren't you? Okay. Next question. It was your painting. Again, ഏതാ auxiliary verb? Was. അല്ലേ? ഇത് പോസിറ്റീവ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന് നെഗറ്റീവ് ആക്കും. Wasn't it? Next, you have eaten this mango. ഏതാണ്? Have. Yes. Have. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താവും? നെഗറ്റീവ് ആവും. Haven't you? Next, you can do this. Can അപ്പുറത്തേക്ക്. യെസ്, ഇത് നെഗറ്റീവ് ആക്കണം. Can't you? You will pass the plate. You will pass the plate. അപ്പോൾ വില്ലിന് അപ്പുറത്തേക്ക് മാറ്റാം, നെഗറ്റീവ് ആക്കുക. വില്ലിൻ്റെ ആവോ? ഇല്ല. എന്താവും? won't ആവും അല്ലേ? won't. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, will not എന്ന് പറയുന്നത് എന്താണ്? won't ആണ്, willn't അല്ല കേട്ടോ. won't ആണ്. ഓക്കെ, അപ്പോൾ won't you? Moving on. I am here. Aren't you? അല്ലെങ്കിൽ aren't I? No. I am here ആണെങ്കിൽ am not എന്താണ്? am not എന്ന് പറയുന്നത് ആക്ച്വലി aren't ആണല്ലേ. aren't എന്നാണ് പറയാം, am not എന്നല്ല പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറയും? I am here. aren't I? യെസ്, അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ എന്താ ഐ ആം നോട്ട് എന്ന് നമുക്ക് പറയാം, പക്ഷെ നമുക്ക് ആമൻറ്റ് എന്ന് പറഞ്ഞുകൂടാം. ഓക്കെ, അപ്പം നമ്മൾ എഴുതും ആം നോട്ട് ഇസ് ആറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്സിലറി വേർബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറ്റും. അടുത്ത പ്രശ്നം, ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, യു ലവ് റൈറ്റിംഗ്. ഓക്സിലറി വേർബ് ഉണ്ടോ? ഇല്ല, മെയിൻ വേർബേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഡു, ഡിഡ് ഓർ ഡസ് യൂസ് ചെയ്യും. ഓക്കെ, ഡിഡ് എന്തിനാ യൂസ് ചെയ്യുക? പാസ്റ്റിനാണ് യൂസ് ചെയ്യുക. ഡുവോ? ഡു ഐ, യു, വി, ദേ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഡസ്സോ? ഹി, ഷി, ഇറ്റിന് യൂസ് ചെയ്യും അല്ലേ? ഹി, ഷി, ഇറ്റിന് യൂസ് ചെയ്യും. യു ലവ് റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾ നോക്കുക, യു ആണ് എന്താ വരിക? ഡു ആണ് വരിക. യു ലവ് റൈറ്റിംഗ്, ഡു. ഇത് പോസിറ്റീവ്, ഇത് നമ്മൾ നെഗറ്റീവ് ആക്കും. ഡോണ്ട് യു. ഷീ ക്രൈഡ് യെസ്റ്റർഡേ. ഓക്കെ, ഷീ ആണ്, നമുക്കറിയാം എന്ത് വരും? ഡസൻറ്റ് വരും. പക്ഷേ ക്രൈഡ് ആണ്, പാസ്റ്റ് ആണ്. പാസ്റ്റിൽ എന്താ യൂസ് ചെയ്യുക? ഡിഡ്. ഓക്കെ, ഷീ ക്രൈഡ് യെസ്റ്റർഡേ. ഡിഡൻറ്റ് ഷീ. ഫിയോൾക്ക വാസ് വറീഡ്. ഫിയോൾക്ക വാസ് വറീഡ് എന്താ വരിക? അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. യെസ്, ഫിയോൾക്ക വാസ് വറീഡ്. വാസൻറ്റ് ഷീ. ഫിയോൾക്ക എന്താണ്? ഷീ ആണ് അല്ലേ? യെസ്, ടെറൻറ്റി ലവ്സ് ദ ചിൽഡ്രൻ. ടെറൻറ്റി ലവ്സ് ദ ചിൽഡ്രൻ പാസ്റ്റ് ആണോ? അല്ല, പാസ്റ്റ് അല്ല. അപ്പം ടെറൻറ്റി എന്താണ്? ഹീ ആണ്. ലവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവും? ഡസ് വരും. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആക്കണം. ഡസൻറ്റ് ഹീ. അപ്പം ക്ലിയർ ആയില്ലേ? ഇപ്പം നമുക്ക് ഓക്സിലറി വേർബ് ഇല്ലെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ നിങ്ങൾക്കുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ഇസ് ഈസി എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും എന്ന് താഴെ കോമെൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.